സുരേഷിനെ ഒരിടത്തും കാണുന്നില്ലല്ലോ. ചേച്ചി, എന്റെ ചേട്ടനാകാൻ പോകുന്ന ആളല്ലേ, അദ്ദേഹത്തിന്റെ കസിനെ നോക്ക്, എത്ര ക്യൂട്ടാണല്ലേ. നിനക്ക് ലോട്ടറിയാ അടിച്ചത്. നന്നായിരിക്കുന്നല്ലേ? എത്ര രൂപയാ സർ? only 499 rupees. only 499 റുപ്പീസ് എന്നോ? MG റോഡിലെ ഇതുപോലത്തെ ടൈ വെറും 300 രൂപയ്ക്ക് കിട്ടും. ശരിയാ സർ, ഈ ടൈ ശരി, ഒരു 50 രൂപ കൂടുതൽ എടുത്തോ, അല്ലെങ്കിൽ ഒരു 100 രൂപ കൂടുതൽ എടുത്തോ. എന്നാലും 100 രൂപ കൂടുതലാണ്. ഈ കൺസ്യൂമർ ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോകും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് ആ ടൈ അല്ലേ? ആ, ഇതെന്തിനാ വാങ്ങിച്ചേ? ആദ്യമായിട്ടാ നിനക്കൊരു സാധനം ഇഷ്ടാവുന്നെ. ഇത് നീ വെച്ചോ. എപ്പോ കെട്ടാനാ? ഏതെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷന്. അതെ ചേട്ടാ, പിന്നെ പ്രിയയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയില്ലേ, അതാരാ? അതാണ് ബുൾബുൾ, പ്രിയയുടെ ഇളയ സഹോദരി. ചേച്ചി, നിന്റെ ഫ്രണ്ടിന് ഇന്ന് തന്നെ ഡ്രസ്സ് ഇട്ടോണ്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നീ എന്റെ ഇത് മേടിക്കുവേ. അവനെ ഇങ്ങോട്ട് വിളിക്കാം. സുരേഷ്, അതെ, ഈ കസേര ഒന്ന് നോക്കിക്കോണേ. സൽമാൻ ഖാൻ, ബെസ്റ്റ് കോമ്പിനേഷൻ. ഡ്രസ്സ് നന്നായിട്ടുണ്ട് പ്രിയ. നീയും. തരുൺ, ഇതാണ് സുരേഷ്. ഞങ്ങൾ ഒരേ കോളേജിലാ പഠിപ്പിക്കുന്നത്. എന്റെ സീനിയർ പ്രൊഫസറാ. ഞങ്ങളുടെ നെയ്ബറുമാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാറുണ്ട്. ഹലോ ചേട്ടാ, എന്റെ ചേച്ചിയെ നന്നായി നോക്കിക്കോണ കേട്ടല്ലോ, ഇല്ലെങ്കിൽ മിസ്റ്റർ സുരേഷ് കേസ് ഫയൽ ചെയ്യും. സോറി. നോക്കൂ, എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ പറയണം. ദയവായി ക്ഷമിക്കണം, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇളയ മോളെ കുറിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഒരു കുട്ടി കൂടി ഉണ്ടെന്ന് പറയാത്തത് എന്താ? അതും ഇത്ര സുന്ദരിയും മോഡേണും. അതല്ല പുഷ്പേച്ചി, അതിന് ഞങ്ങൾ കാര്യം. നിങ്ങൾ മനഃപൂർവ്വമാണ് അവളുടെ കാര്യം മറച്ചു വെച്ചത്. കല്യാണം നിശ്ചയിക്കാൻ വന്ന ദിവസം അവളെ കണ്ടില്ലല്ലോ. എൻഗേജ്മെന്റിന്റെ അന്ന് ഉണ്ടായിരുന്നില്ല. അയ്യോ, അത് പുഷ്പേച്ചി, അവക്ക് കോളേജിൽ എക്സാം ആയിരുന്നു, അതുകൊണ്ടാ. ചേച്ചി കുറച്ച് പതുക്കെ സംസാരിക്കുക, ബന്ധുക്കളൊക്കെ ശ്രദ്ധിക്കുന്നു. അതിനെന്താ? എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ മനഃപൂർവ്വമാണ് 2 കുട്ടികളെ ഒരുമിച്ച് വരാൻ സമ്മതിക്കാത്തത്. കാരണം നിങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ മകൻ ഇളയ കുട്ടിയെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന്, ഇല്ലെങ്കിൽ ബന്ധം വേണ്ടാന്ന് വെക്കുമെന്ന്. ഇല്ലില്ല, തെറ്റ് ഞങ്ങൾക്കല്ലേ സംഭവിച്ചത്. ഞങ്ങളല്ലേ ശരിക്കും അന്വേഷിക്കാഞ്ഞത്. എനിക്കൊന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഈ വിവാഹം വേണോ അതോ തിരിച്ചു പോണോന്ന്. പുഷ്പേച്ചി, പുഷ്പേച്ചി നോക്കൂ, അത് നിങ്ങളും എല്ലാരെയും കൂട്ടിക്കൊണ്ടുവന്നു, ഞങ്ങളുടെ ബന്ധുക്കളും വന്നു. നിങ്ങളിപ്പോ പ്രിയായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ച അവളുടെ കാര്യം എന്താകും? ഞാൻ നിങ്ങളുടെ കാലിൽ വീഴും. നിങ്ങൾ വിവാഹം വേണ്ടെന്നും വയ്ക്കരുത് പുഷ്പേച്ചി. അതെ, നിങ്ങൾ ഇങ്ങനെ കയ്യും കാലും ഒന്നും പിടിക്കണ്ട. എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ ആരെയും കൂടെ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒരമ്മയുടെ വേദന എനിക്ക് ശരിക്കും മനസ്സിലാവും. ശരി, നോക്ക്, അഥവാ എന്റെ മകന് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടി കിട്ടണം. എന്ന് വെച്ചാ കുറച്ച് കോമ്പൻസേറ്റ് ആകണമല്ലോ, അല്ലേ? ചേച്ചി പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കല്യാണ മുഹൂർത്തത്തിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നല്ലോ. പറ്റിയല്ലോ, ശരി, അതൊന്നും സാരമില്ല. നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ അതിന് പകരമായി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ മാരേജ് ഹാൾ എന്റെ മകന്റെ പേരിൽ എഴുതി തരണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ മാരേജ് ഹാൾ എന്റെ മകന്റെ പേരിൽ എഴുതി തരണം. ഞാൻ അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത്. എനിക്കായിട്ട് ഒന്നും തന്നെ വേണ്ട, സത്യം.
എന്നാ വരൂ, ഇനി മുഹൂർത്തം തെറ്റിക്കണ്ട. വരൂ വരൂന്നേ. പുഷ്പേച്ചി, പുഷ്പേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പുഷ്പേച്ചി, ഈ മാരേജ് ഹാളിൽ നിന്ന് എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് രണ്ടു മക്കൾക്ക് അവകാശപ്പെട്ടതാ. പിന്നെ ഞാൻ എങ്ങനെ പ്രിയക്ക് ഇത് നോക്കൂ, മുഴുവൻ? ഒന്നുകിൽ നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ മോളുടെ വിവാഹം നടത്താൻ നോക്ക്. പുഷ്പേച്ചി, ഞാൻ എനിക്ക് തോന്നുന്നത് ഇവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നുവെന്ന കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. കിട്ടിയ കാരണമോ ഇളയ മകളെ നമ്മൾ ഒളിപ്പിച്ചു വെച്ചുവെന്ന്. സ്വന്തം മക്കളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിലയിടാൻ ശ്രമിക്കുകയോ? ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം. പുഷ്പേച്ചി, നിങ്ങൾ എന്റെ ചേച്ചിയോട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് ശബ്ദം ചേച്ചിയോട്? ഉയർത്തണ്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളാണ് മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഗോള വേണമെന്നോ? ചേച്ചി ചുമ്മാതിരി. നിങ്ങളെപ്പോലെ കുറെ പേരുണ്ട് ഈ ലോകത്ത്. നേരിട്ടൊന്നും ആവശ്യപ്പെടില്ല, പക്ഷെ മനസ്സിലെല്ലാം പ്ലാൻ ചെയ്തു വെക്കും. കലേഷ്, നിനക്ക് പറഞ്ഞു ചേച്ചി ഒന്ന് വെറുതെ നിൽക്ക്. ഇവിടെ ഇപ്പൊ ഗസ്റ്റുകളെല്ലാം വന്നിരിക്കുക. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ എന്താ കളിയാക്കുക? ഞാൻ കളിയാക്കിയെന്നോ? അതെ, നിങ്ങൾ ഞാൻ കളിയാക്കി. കളിയാക്കിയെന്നോ? അതെ, നിങ്ങൾ തന്നെ. കളിയാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട. വീട്ടിൽ തന്നെ സൂക്ഷിച്ചോ. നിങ്ങളുടെ ഹോള് പൊതിച്ചു വെച്ചോ. ഒരു മിനിറ്റ് നിൽക്ക്, നമുക്ക് സംസാരിക്കാം. നീ ഇനി ഒന്നും പറയണ്ട. ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാ നിന്റെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളും. കാണിച്ചു തരാം. കളിയാക്കൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കരുത് പുഷ്പേച്ചി. നിങ്ങളിങ്ങനെ കരയേണ്ട ആവശ്യമില്ല. പ്രിയയുടെ പേരിലാക്കി തരാം. പുഷ്പേച്ചി, നിങ്ങൾ ദയവായി പോവരുത്. എന്നാ നിങ്ങൾ എല്ലാം പെട്ടെന്ന് ശരിയാക്കാം. വിവാഹത്തിന് മുഹൂർത്താകാറായി. ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. ചേച്ചി, പോടാ. ചേച്ചി. അമ്മേ, ഇവരിത് എന്തൊക്കെയാ പറയുന്നത്? ഒരക്ഷരം നീ മിണ്ടി പോവരുത്. ഇതൊന്നും പ്രിയോട് പറയുകയും ചെയ്യരുത്. അവളെങ്ങനെ ഇതറിഞ്ഞ ഈ വിവാഹത്തെ നമ്മൾ പിന്മാറും. പക്ഷെ അമ്മ, ഇത് നമ്മുടെ ഹോളല്ലേ? നീ കാരണോ സംഭവിച്ചത്? നീ എന്തിനാ ഇപ്പൊ അവിടെ വന്നത്? മിണ്ടി പോവരുത്. ഇല്ലെങ്കിൽ എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? നീ എന്തിനാ നീ കരയുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നില്ലേ? ഇനി ഒട്ടും സമയമില്ല. വേഗം പോ. ഫോട്ടോയൊക്കെ എടുക്കേണ്ടതല്ലേ? പോ പോ പോ. ശരി. ചേച്ചി, ഇവര് നമ്മുടെ മാരേജ് ഹോള് സ്ത്രീധനമായിട്ട് ചോദിക്കാം. ഇല്ല, ഇവള് വെറുതെ പറഞ്ഞതാ. നീ അതൊന്നും ആലോചിക്കണ്ട. വിവാഹം വേണ്ടെന്ന് വയ്ക്കല്ലേ. ചേച്ചി, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. പറഞ്ഞോളൂ. അവസാന നിമിഷത്തിൽ നിങ്ങളുടെ അമ്മ ഞങ്ങളോട് ആവശ്യപ്പെട്ട ഡിമാൻഡ് എന്താണെന്ന് അറിഞ്ഞോ? ആക്ച്വലി പ്രിയ, അത് ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം തരൂ. അഥവാ എന്റെ അമ്മ ഈ ഹോൾ എന്റെ പേരിൽ എഴുതി തരുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വിവാഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ബന്ധുക്കളെയും കൊണ്ട് തിരിച്ചു പോവില്ലല്ലോ. നോക്കൂ പ്രിയ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നിന്റെ അനിയത്തി നിന്നേക്കാൾ സുന്ദരിയാണെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ബട്ട് എന്നിട്ടും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. നിന്റെ ചിന്തകളും ഇഷ്ടമാണ്. പിന്നെ ഈ ഹോളിന്റെ കാര്യമാണെങ്കിൽ, ഈ ഹോൾ നമ്മുടെ പേരിൽ എഴുതി തരുവാണെങ്കിൽ അത് നമുക്ക് രണ്ടുപേർക്കല്ലേ നല്ലത്. നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇൻകവും കിട്ടുമല്ലോ. ചോദിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ബംഗ്ലാവ് തന്നെ ചോദിച്ചേനെ. സ്ത്രീധനമായി വലിയ വീട് ആവശ്യപ്പെടാമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. എനിക്ക് സ്ത്രീധനം ആവശ്യമില്ല. പറഞ്ഞത് ശരിയാ അമ്മ, ഇവര് പറഞ്ഞതല്ല ശരിയാ. ബുൾബുളിന് വേണമെങ്കിൽ ആരെയും കിട്ടും. എനിക്ക് വേണ്ടി ഇവർക്ക് ബംഗ്ലാവ് തന്നെ ത്യജിക്കേണ്ടി വന്നു. ഈ മാരേജ് ഹാൾ ഇവർ ഡിസേർവ് ചെയ്യുന്നു. അമ്മ ഇത് എന്റെ പേരിൽ എഴുതി തരൂ. മോളെ, ഇതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഏതായാലും നീ സമ്മതിച്ചല്ലോ. ഞാൻ പെട്ടെന്ന് പേപ്പറൊക്കെ ഒരു മിനിറ്റ് അമ്മ, നെഗോസിയേഷൻ നടക്കല്ലേ. അപ്പൊ എനിക്കും കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്.
എന്റെ അമ്മ ഈ ഹാൾ എന്റെ പേരിൽ എഴുതി തന്നാൽ ഞാൻ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ കസിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇയാളെ പറ്റി നിങ്ങളും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇതെന്താ? തരുൺ, ഇയാൾ ഇപ്പോഴല്ലേ അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ട് വന്നത്. ഇയാള് നിങ്ങളെക്കാള് സമ്പാദിക്കുന്നുണ്ടാവും, കാണാൻ ഹാൻസവും ആണ്. അതുകൊണ്ട് എനിക്ക് ഇയാളെ വിവാഹം ചെയ്യണം. കുട്ടി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ മകനു പകരം ഇവനെ കുറിച്ച് സംസാരിക്കുന്നോ? എന്താ ആന്റി, ഞങ്ങള് വില തരുകയല്ലേ. ഹോൾ എന്റെ പേരിലാവുമ്പോ ചോയ്സ് വേണ്ടേതാ. ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. നീ എന്താ പറയുന്നത് നിനക്കറിയോ? നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഇന്ന് എന്റെ അനിയത്തി സുന്ദരിയായി തോന്നും, നാളെ നിങ്ങളുടെ ഫ്രണ്ട് സുന്ദരിയായി തോന്നും, ഫ്രണ്ട് അല്ലെങ്കിൽ അയൽവാസി സുന്ദരിയായി തോന്നും. അങ്ങനെ ആരെ വേണമെങ്കിലും തോന്നാൻ തരും. പക്ഷെ ഒരാളുടെ സൗന്ദര്യം വെച്ചാണ് നിങ്ങൾ വിവാഹം തീരുമാനിക്കുന്നത്. എന്റെ അമ്മ എനിക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോ നിങ്ങൾ അമ്മയുടെ മാരേജ് ഹോൾ സ്വന്താക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാ. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോ സ്നേഹം നൽകിയിട്ടാ പോകുന്ന. ആ സ്നേഹം ഇവരിൽ നിന്ന് പിടിച്ചു വാങ്ങണോ? അമ്മയോട് നിങ്ങൾ ഹോൾ ആവശ്യപ്പെട്ടില്ലേ? അമ്മ സ്വന്തം ജീവൻ തന്നെ തരും. പക്ഷെ ഞാൻ അതിനെങ്ങനെ സമ്മതിക്കും? എന്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹത്തെ അമ്മയുടെ ബലഹീനതയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അമ്മയാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ പഠിപ്പിച്ചത്. പിന്നെ ഇത് വിവാഹത്തിന്റെയോ സ്ത്രീധനത്തിന്റെയോ വിഷയമല്ല. ഇതിന്റെ പേരിൽ എന്റെ ആത്മാഭിമാനം പണയം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ സോറി, ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആരാണോ എന്റെ അമ്മയെ റെസ്പെക്ട് ചെയ്യാത്തത്, എന്റെ ഫാമിലിയെ റെസ്പെക്ട് ചെയ്യാത്തത്, സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നത്, അയാളുമായി ഒരു റിലേഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. എന്ത് കിട്ടിയാലും സന്തോഷിക്കുന്ന ആളെന്ന് കരുതി. പക്ഷെ എന്നെ വിവാഹം ചെയ്തിട്ട് നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ 1 അല്ല 1000 ഹാളുകൾ കിട്ടിയാലും നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല തരുൺ. മറ്റൊരാൾ ചിന്തിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ ചിന്തകൾ ഒരിക്കലും ചേരില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. നോക്കൂ പ്രിയ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ ഈ ചെയ്യുന്നൊക്കെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയാ. നീ വെറുതെ ഇതാണ് വ്യത്യാസം തരുൺ. ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ ഉള്ളതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നു. പ്ലീസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്ന നന്നായനെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. വാ ചേട്ടാ, വാ മോനെ. പ്രിയ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇവിടെ ഗസ്റ്റുകളെ കുറിച്ച് ആലോചിക്കേ. അവരോട് ആര് പറയും വിവാഹം മുടങ്ങിയെന്ന്? ഞാൻ പറഞ്ഞോളാം. ഒരു മിനിറ്റ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ വന്നത് എനിക്ക് വേണ്ടിയാണ്. ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ചുപേര് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു വന്നു, മറ്റു ചിലർ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ നിന്ന് വന്നു. എല്ലാവരും എനിക്ക് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നു, അതിനോടൊപ്പം ആശംസകളും.
ചിലപ്പോ ആ ആശംസകൾ കൊണ്ടാകും എനിക്കിങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത് പറയാൻ സാധിക്കുന്നത്. എന്റെ വിവാഹം മുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ദയവീത് എന്നെ ഓർത്ത് വിഷമിക്കരുത്. കാരണം ഈ കാര്യത്തിൽ എനിക്കൊട്ടും വിഷമം തോന്നുന്നില്ല. ഇതിൽ എന്റെ ഒരു തെറ്റുമില്ല. ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും സംഭവിച്ചത് പലപ്പോഴും പല കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്. മണ്ഡപം വരെ കാര്യങ്ങൾ എത്തുമ്പോഴായിരിക്കും അവർക്കൊരു പുതിയ ഡിമാൻഡോ പുതിയ തീരുമാനമോ നേരിടേണ്ടി വരിക. അവസാനമായി വീട് വിട്ടിറങ്ങുന്ന ഓരോ പെൺകുട്ടിയുടെയും മനസ്സിൽ ഇനി തന്റെ വീട് ഇതല്ല എന്ന ചിന്തയാവും. ആ സമയം മറ്റു ചിലർ ആ വീട് നോട്ടമിട്ടിട്ടുണ്ടാവും, അതും കൂടി സ്വന്തമാക്കാന്ന ഉദ്ദേശത്തോടെ. ഇങ്ങനെ ഒരു അവസരത്തിൽ അവസാന നിമിഷത്തിൽ പിന്തിരിഞ്ഞു നോക്കുന്നത് വളരെ കഷ്ടോ. അതിഥികളുണ്ട്, ബന്ധുക്കളുണ്ട്, പരിചയക്കാരെല്ലാവരും ഉണ്ട്. കുടുംബത്തിന്റെ അഭിമാനത്തിന് വില നൽകേണ്ടി വരും. അവസാനം പെൺകുട്ടിയുടെ കുടുംബത്തിന് തലകുനിക്കേണ്ടി വരും. പക്ഷെ ഞാൻ വളരെ ഭാഗ്യമുള്ളവളാ. ഞാനിന്ന് പരാജയപ്പെട്ടില്ല. ചിലപ്പോ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനകൾക്ക് ഒരുപാട് നന്ദി. എന്റെ വിവാഹം ഇനി ആരോട് എപ്പോ നടന്നാലും അതെന്റെ മനസ്സിന് ചേർന്ന ആളായിരിക്കും. അദ്ദേഹം എന്നെ തലയിൽ വെച്ചുകൊണ്ട് നടന്നില്ലെങ്കിലും എന്റെ നിസ്സഹായതയെ മുതലെടുക്കരുത്. എന്റെ കുടുംബത്തെ ബഹുമാനിക്കണം. നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ദയവായി ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. പിന്നെ ഗിഫ്റ്റ് അതെല്ലാവരും ദയവായി തിരിച്ചു കൊണ്ടുപോകണം. പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചോളാം. പിന്നീട് പ്രയോജനപ്പെട്ടാലോ. ധൈര്യമുള്ള കുട്ടിയാ അവള്. വിവാഹം മുടങ്ങിയിട്ടും പുറത്തു വന്ന എല്ലാവരോടും വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലേ? അല്പം പോലും വിഷമമില്ലടാ അവൾക്ക്? വിഷമമുണ്ട് അരവിന്ദ്. ആക്ച്വലി അവരിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് അവൾക്കായിരിക്കും. ഞാൻ കരഞ്ഞാൽ എന്റെ ഫാമിലി എന്തുമാത്രം വിഷമിക്കും എന്ന് കരുതിയാവും അവൾ കരയാത്തത്. ചില ആൾക്കാർ എപ്പോഴും അങ്ങനെയാ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ വേദന സ്വയം ഉള്ളിലൊതുക്കും. പ്രിയയ്ക്ക് കാണാൻ നല്ല വെളുത്ത നിറമൊക്കെ തന്നെയാ. പക്ഷെ ഒരു കാര്യം കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. വെളുത്ത നിറമാകുന്നതിന് 7 നിറങ്ങൾ ഒത്തുചേരണമെന്ന്. ചേച്ചി, നിനക്ക് കരയാൻ തോന്നുന്നുണ്ടല്ലേ? ചേച്ചി, നിനക്ക് കരയാൻ തോന്നുന്നുണ്ടല്ലേ? മനസ്സ് തുറന്ന് കരഞ്ഞോളൂ. യു വിൽ ഫീൽ ബെറ്റർ. നിനക്കെന്താ വട്ടുണ്ടോ? ജീവിതം മുഴുവൻ കരയാതെ ഞാൻ രക്ഷപ്പെട്ടില്ലേ? പിന്നെന്താ? നീ ഒരു കാര്യം ചെയ്യാം, കോളേജ് വിളിച്ച് പറയാം നാളെ ഞാൻ വരുമെന്ന്. ഇല്ലെങ്കിൽ വെറുതെ ഒരു ദിവസത്തെ ശമ്പളം പോവും. Are you mad? I mean, പുറത്ത് ഇത്രയൊക്കെ സംഭവിച്ചു. നിന്റെ വിവാഹം നിനക്കൊട്ടും തന്നെ വിഷമം തോന്നുന്നില്ലേ? കുറച്ച് വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ നാളെ ആവുമ്പോ എല്ലാം ശരിയാവും. നീ ടെൻഷൻ ആവണ്ട. പക്ഷെ നിന്റെ വിവാഹം ചിലപ്പോ ഈ ബന്ധം എനിക്ക് വിധിച്ചതല്ലെങ്കിലോ? അല്പം വൈകിയാണെങ്കിലും എന്റെ മനസ്സിന് ചേരുന്ന ഒരാളുമായിട്ട് ജീവിതം തുടങ്ങുന്നതല്ലേ നല്ലത്, അല്ലേ? പലപ്പോഴും നമ്മൾ പാവമായിട്ട് കാണുന്ന ആളുകളില്ലേ, അവരായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിരിക്കുന്നത്. നമ്മുടെ പ്രിയയെ പോലെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ധൈര്യം കൈവിട്ടില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ വിഷമത്തിൽ അവൾ കൂടെ നിൽക്കുകയും ചെയ്തു. കഴിക്ക്.
വേണ്ട. വഴിയോരത്ത് കാണുന്ന ചില മരങ്ങളില്ലേ, അതുപോലെയാണ് പ്രിയ. ആരും അതിനെ ശ്രദ്ധിക്കാറില്ല. ദിവസം മുഴുവൻ പൊടിയും വെയിലും മഴയും ഒക്കെ സഹിച്ചു നിൽക്കുന്നു. പക്ഷെ അതിന്റെ തണൽ അതെല്ലാവർക്കും കിട്ടുന്നു. പ്രിയ സാധാരണ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നും. ബട്ട് ഷീസ് സംതിങ് ഡിഫറെന്റ്. നീ പറയുന്നത് കേട്ടാ നീ പ്രിയയെ സ്നേഹിക്കുന്നുണ്ടെന്നേ എല്ലാരും പറയൂ. മിണ്ടായിരിക്കണം. സത്യമായിട്ടും അല്ല, ഞാൻ പറഞ്ഞത് അവൾ അത്രക്ക് നല്ലതാണെങ്കിൽ പിന്നെ പ്രോബ്ലം. നിന്നോട് പറഞ്ഞു മിണ്ടായിരിക്കാൻ. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ, നീ ഇനി ഉറങ്ങണമെങ്കിൽ അവിടുന്ന് ഗുഡ് നൈറ്റ് ഇട്ടണമല്ലോ. പോ, അവളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇരുട്ടിനെ പോലും സ്വീകരിക്കാൻ അറിയാം. ഏതവസ്ഥയിലും ചിരിക്കാനും മറക്കില്ല. അതാണ് പ്രിയ.